ഇന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും എണീറ്റില്ല. രാവിലെ എണീറ്റിട്ടും കാര്യമില്ല. ഈ കുരിപ്പാണെങ്കിൽ എണീക്കുമ്പോൾ 11 മണിയാവും ട്ടോ അവധിയുള്ള ദിവസങ്ങളിൽ. പക്ഷേ ഇന്ന് അവൾ നേരത്തെ എണീറ്റിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ കിടക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, പോയിട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ കിടന്നുറങ്ങട്ടെ എന്നൊക്കെ. ഇവൾക്ക് എന്താണെന്നറിയില്ല, കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മായിമ്മയായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. ഞാൻ കിടക്കുന്ന ഇവൾക്ക് കാണാൻ പാടില്ല. എന്നിട്ട് ഞാൻ നേരെ എണീറ്റ് അടുക്കളയിലോട്ടൊന്നും പോയില്ല. ആ കുരിപ്പ് എന്തായാലും ഇപ്പോൾ എണീക്കില്ല, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഈ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവുമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട്, ആ ദിവസം പോലും ഞാൻ ഇന്ന് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ ആ ദിവസത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആവുമായിരുന്നു. മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ ആവുമായിരുന്നില്ല. ഇന്ന് ആ ഓർമ്മകളൊന്നും എന്നെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ നേരെ താഴോട്ട് പോയി. കാരണം നമുക്ക് വയറ്റിലോട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതിയിട്ടോ. രാവിലെ ഓൾറെഡി ഞാൻ 5 മണിക്ക് എണീറ്റതാണ്. പിന്നീട് അച്ഛൻ പോയതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വേഗം മുഖമൊക്കെ കഴുകിയിട്ട് ബ്രഷ് ചെയ്തിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം മുഖമൊക്കെ കഴുകുകയാണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തരുമായിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് എന്നെ കാത്ത് എൻ്റെ ശബ്ദം കേട്ടപ്പാട് ഒരാൾ ഓടി വരുന്നുണ്ട്. ആളെ എനിക്ക് ചെറുതായിട്ടൊരു പേടിയാണ്. ഞാൻ ഓടണോ വേണ്ടിയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നായനെ ഇഷ്ടമാണെങ്കിലും അടുത്തൊക്കെ പോകാൻ പേടിയാണ്. ആളെന്നെ കാത്ത് അവിടെ ഇരിക്കുകയാണ് വാലൊക്കെ ആട്ടിക്കൊണ്ട്. ഇതാണ് ആളുടെ സ്ഥിരം സ്ഥലം കേട്ടോ. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ളതിൻ്റെ തോട്ടത്തിലോട്ട് പോയിട്ടോ. അവിടെയാണെങ്കിൽ കുപ്പിയൊക്കെ പാട്ടയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എൻ്റെ നായി. അവിടെയൊക്കെ പൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് ഇതിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്. കുറച്ചധികം നേരം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് രാവിലെ. കാരണം ഇതിനൊക്കെ നമ്മൾ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പുഷ്പിക്കുള്ളൂ കേട്ടോ. അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആളിത് അപ്പുറത്തെ വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, എന്തോ ചുറ്റുക്കളിയാണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. അധികം നമ്മൾ അങ്ങോട്ട് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് കരുതി ഞാൻ നേരെ എൻ്റെ മാവിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. മാമ്പൂ കണ്ടു മക്കളെ കണ്ട് കൊതിക്കരുതെന്ന് പറഞ്ഞ പോലെ എൻ്റെ മാമ്പൂ ഒക്കെ കൊഴിഞ്ഞു പോയിട്ടോ. മാങ്ങയൊന്നും ഇപ്രാവശ്യം പിടിക്കുന്ന ലക്ഷണമില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആളെ ഞാൻ വൈകാതെ വെട്ടുന്നതായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേനും നിറയെ ചാമ്പങ്ങ പുഷ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി. ഇനിയും കയറാതിരുന്ന് കഴിഞ്ഞാൽ പെണ്ണെന്നെ കൊല്ലു കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ വെച്ചതിൻ്റെ ഒക്കെ പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകാനിട്ടു. എന്നിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഓൾറെഡി വൈകിയതുകൊണ്ട് തന്നെ എന്തായാലും തട്ടിക്കൂട്ടാന്ന് കരുതി. കാരണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാര്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് ഒരുപാട് വൈകും. അങ്ങനെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, പിന്നെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യിൽ പഴം വാട്ടിയെടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് മുറിച്ചിടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബുൾസയും കൂടി ഉണ്ടാക്കിയപ്പോഴത്തേന് ഇന്നത്തെ കാര്യം കുശാലായിട്ടോ. അങ്ങനെ പിന്നെ ചില സമയങ്ങളിൽ ചിന്തിക്കും, ഒരുപാട് ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ ഈ തട്ടിക്കെട്ട് പരിപാടികളൊന്നും നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റയ്ക്കുള്ള ജീവിതമാണ് കുറേയും കൂടി നല്ലതെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ആരെയും ഒന്ന് ബോധിപ്പിക്കേണ്ടല്ലോ. ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ടേബിളിലോട്ട് വന്നു കേട്ടോ. ഉണ്ണീനോടാണ് ഞാൻ കാര്യമായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഓരോരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ദിയ സൈനിങ് ഓഫ്.